Courage is the most important of all the virtues because without courage, we can't practice any other virtues consistently. Welcome back to English Ladder. I am George Divin. ഇംഗ്ലീഷ് പഠിച്ച് പറയാൻ തുടങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് പറയാൻ പറ്റും. അപ്പോൾ അതുപോലെ വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് സെൻറ്റൻസസുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് തുടങ്ങിയാലോ? ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ചുറ്റും കൂടി എന്തിനെക്കുറിച്ചോ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. നിങ്ങൾക്കപ്പോൾ ആ കാര്യം എന്താണെന്നൊന്ന് അറിയണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? എന്താ കാര്യമെന്ന് ചോദിക്കും അല്ലേ? അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? സിമ്പിളാണ് അല്ലേ? വാട്ട്സ് എ മാറ്റർ. എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? എന്താ കാര്യം എന്നുള്ളത്? വാട്ട്സ് എ മാറ്റർ, റൈറ്റ്? ഇനി അതിനെക്കുറിച്ച് തന്നെ നമ്മൾ ഫർദറായിട്ട് ഡിസ്കഷൻ മുന്നോട്ട് പോവുകയാണ്. ഈ ഡിസ്കഷൻ മുന്നോട്ട് പോകുമ്പോഴേക്കും നിങ്ങൾക്കൊരു കാര്യം കൂടി അറിയണം. എന്താണിപ്പോൾ പറഞ്ഞത്? നീ എന്താണിപ്പോൾ പറഞ്ഞത്? അപ്പോൾ ഈ കാര്യം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും? വാട്ട് ഡിഡ് യു സേ? വാട്ട് ഡിഡ് യു സേ? ഇത് എപ്പോഴും കോമൺ ആയിട്ട് വരുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇവിടെ വാട്ട് ഡിഡ് യു സെഡ് എന്ന് നിങ്ങൾ പറയരുത്, മറിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയണം വാട്ട് ഡിഡ് യു സേ എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ ഈ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങളിത് അറിയണം, ആരാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്നറിയണം. അപ്പോൾ എങ്ങനെയായിരിക്കും ആ ചോദ്യം ചോദിക്കുന്നത്? ആരാണ് ഇത് നിന്നോട് പറഞ്ഞത്? ഹൂ ടോൾഡ് യു ദിസ്? ആരാണ് ഇത് നിന്നോട് പറഞ്ഞത്? ഹൂ ടോൾഡ് യു ദിസ്? അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ചേർത്താണ് പഠിച്ചത്. വാട്ട്സ് ദ മാറ്റർ, വാട്ട് ഡിഡ് യു സേ, ഹൂ ടോൾഡ് യു ദിസ്. ഓക്കെ. ഇനി ഇതുപോലെ തന്നെ നമ്മളുടെ കോൺവെർസേഷൻ മുന്നോട്ട് പോവുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരാൾ പെട്ടെന്ന് ചോദിക്കുകയാണ്, നീ എവിടെയായിരുന്നു? നീ എവിടെയായിരുന്നു? അപ്പോൾ അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? വേർ വേർ യു? നീ എവിടെയായിരുന്നു? വേർ വേർ യു? ഓക്കെ. അതുപോലെ തന്നെ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് കൂടി നിന്ന് സംസാരിക്കുമ്പോഴേക്കും ഒരാൾ ലേറ്റായിട്ട് വന്നു. അപ്പോൾ ലേറ്റായിട്ട് വന്നപ്പോഴേക്കും പെട്ടെന്ന് ഒരാൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, എപ്പോഴാണ് നീ വന്നത്? എപ്പോഴാണ് നീ വന്നത്? അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? വെൻ ഡിഡ് യു കം? എപ്പോഴാണ് നീ വന്നത്? വെൻ ഡിഡ് യു കം? അതുപോലെ തന്നെ ഡെയിലി ലൈഫിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസാണ് എന്ത് പറ്റി? അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? എന്ത് പറ്റി? വാട്ട് ഹാപ്പൻഡ്? എന്ത് പറ്റി? വാട്ട് ഹാപ്പൻഡ്? അതുപോലെ തന്നെ എന്താണ് നീ ആലോചിക്കുന്നത്? വാട്ട് ആർ യു തിങ്കിങ്? എന്താണ് നീ ആലോചിക്കുന്നത്? വാട്ട് ആർ യു തിങ്കിങ്? നിനക്ക് എന്താണ് വേണ്ടത്? വാട്ട് ഡു യു വോണ്ട്? നിനക്ക് എന്താണ് വേണ്ടത്? വാട്ട് ഡു യു വോണ്ട്? നീ ആരോടാണ് സംസാരിക്കുന്നത്? ഹൂ ആർ യു ടോക്കിംഗ് ടു? ഹൂ ആർ യു ടോക്കിംഗ് ടു? ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബിഗിനേഴ്സിന് തെറ്റുവരാൻ സാധ്യതയുള്ളതാണ്. ഹൂ ആർ യു ടോക്കിംഗ് ടു? പിന്നെ അതുപോലെ തന്നെ നിനക്ക് സന്തോഷമായോ? ഇപ്പോൾ നിനക്ക് സന്തോഷമായോ? ആർ യു ഹാപ്പി നൗ? ആർ യു ഹാപ്പി നൗ? നിനക്കിപ്പോൾ സന്തോഷമായോ? ഓക്കെ. അതുപോലെ തന്നെ നമ്മളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിന്ന് എന്തിനേയും കുറിച്ചെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരാൾ ഇപ്പോൾ പെട്ടെന്ന് കയറി വന്നു. അപ്പോൾ ആൾക്കറിയില്ല നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആൾ നമ്മളോട് ചോദിക്കണം, നീ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? നീ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഈ കാര്യം നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും ഇംഗ്ലീഷിൽ? വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? നീ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? പിന്നെ അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഡിസ്കഷൻ മുന്നോട്ട് പോയി. അപ്പോൾ അത് നടക്കുമോ? അത് നടക്കുമോ എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കും? ഈസ് ഇറ്റ് പോസിബിൾ? ഈസ് ഇറ്റ് പോസിബിൾ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് എന്നുള്ള വാക്കിന് നമുക്ക് ഇതെന്നും അതെന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇത് നടക്കുമോ എന്നാണെങ്കിലും അത് നടക്കുമോ എന്നാണെങ്കിലും ഈസ് ഇറ്റ് പോസിബിൾ എന്ന് ചോദിച്ചാൽ മതി. ഈസ് ഇറ്റ് പോസിബിൾ? നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് ഒരു ഉറപ്പ് കൊടുക്കണേന്. അത് ഉറപ്പാണ്, അത് ഉറപ്പായിട്ട് അങ്ങനെ തന്നെ നടക്കും. അപ്പോൾ ഈ അത് ഉറപ്പാണെന്നുള്ളത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ദാറ്റ്സ് ഫോർ ഷുവർ. ദാറ്റ്സ് ഫോർ ഷുവർ. ഓക്കെ. ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് തന്നെ ചോദിക്കും, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള കാര്യം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ക്യാൻ ഐ ആസ്ക് യു സംതിങ്? ക്യാൻ ഐ ആസ്ക് യു സംതിങ്? ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? ക്യാൻ ഐ ആസ്ക് യു സംതിങ്? ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാമെന്നിരിക്കട്ടെ. അപ്പോൾ ഒരാൾ പറയാണ്, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, എനിക്ക് തോന്നുന്നു അതങ്ങനെയാണെന്ന്. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? എനിക്ക് തോന്നുന്നു അതങ്ങനെയാണെന്ന്. ഐ തിങ്ക് സോ.
ഐ തിങ്ക് സോ, എനിക്ക് തോന്നുന്നു അതങ്ങനെയാണെന്ന്. ഓക്കെ, നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കുമ്പോൾ നാച്ചുറലി എപ്പോഴും എന്നല്ല, പക്ഷേ ഇടയ്ക്കാണെങ്കിലും ഉണ്ടാകാറുണ്ട് എന്തെങ്കിലും രീതിയിലൊരു തർക്കം, അല്ലേ? ഇങ്ങനെ തർക്കം വരാൻ നേരത്ത് ചിലപ്പോൾ ഒരാൾ ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് അതിന് സംസാരിച്ചുകൊണ്ടിരിക്കും, മറ്റൊരാൾ പറയുന്നത് കേൾക്കാതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റേയാൾ എന്ത് പറയും? ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ, എന്നെ പറയാൻ അനുവദിക്കൂ, അല്ലേ? എന്നെ പറയാൻ അനുവദിക്കൂ. അപ്പോൾ ഈ കാര്യം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ലെറ്റ് മീ സ്പീക്ക്, എന്നെ പറയാൻ അനുവദിക്കൂ, ലെറ്റ് മീ സ്പീക്ക്. അതുപോലെ തന്നെ ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു ഫ്രണ്ട് പറയും, എന്ത് വില കൊടുത്തും ഞാനത് ചെയ്തിരിക്കും. അങ്ങനെ ഒരാൾ പറഞ്ഞുകൊണ്ട് വരികയാണെന്നിരിക്കട്ടെ, എന്ത് വില കൊടുത്തും ഞാനത് ചെയ്യും. അപ്പോൾ ഈ എന്ത് വില കൊടുത്തും ഈ സാധനം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? അറ്റ് എനി കോസ്റ്റ്. എന്ത് വില കൊടുത്തും അറ്റ് എനി കോസ്റ്റ്. ഇനി ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞെന്നാണെങ്കിലോ, ഈ പരിപാടികളെല്ലാം നമ്മൾ ചെയ്ത് തീർത്തു, അപ്പോൾ ആ ഒരു അഷുറൻസ് നമ്മൾ പറയണേന് എല്ലാം ചെയ്ത് തീർത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഇറ്റ്സ് ഡൺ. ഇറ്റ്സ് ഡൺ. വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും, അല്ലേ? ഇനി ചിലർ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും ഭയങ്കരമായിട്ട് ബഹളി കാണിച്ചുകൊണ്ട് നടക്കുന്ന ആൾ, അല്ലേ? എന്ത് കാര്യമാണെങ്കിലും അവർ ഭയങ്കരമായിട്ട് ബഹളി കാണിക്കും, ഭയങ്കര ധൃതിയിലായിരിക്കും കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ധൃതിയിൽ ചെയ്തു വരുമ്പോഴേക്കും ഇതൊക്കെ തെറ്റിപ്പോവുകയും ചെയ്യും, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയണേന് ധൃതി കൂട്ടണ്ട, ധൃതി കാണിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഈ കാര്യം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഡോണ്ട് റഷ്. ഡോണ്ട് റഷ്. ധൃതി കാണിക്കണ്ട, ഡോണ്ട് റഷ്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ചില രീതിയിലുള്ള പിണക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ? അതിപ്പോൾ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് പറയും, എന്നോട് സംസാരിക്കൂ, എന്നോട് സംസാരിക്കൂ. സംസാരിച്ച് തീർക്കാമെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്നോട് സംസാരിക്കൂ. അപ്പോൾ ഈ കാര്യം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ടോക്ക് ടു മീ, എന്നോട് സംസാരിക്കൂ. അപ്പോൾ ഉടനടി എതിർത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ റൈറ്റ് അവേ പറയും, എന്താണ്? എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. ഐ ഹാവ് നത്തിങ് ടു സേ, ഐ ഹാവ് നത്തിങ് ടു സേ. അപ്പോൾ തന്നെ ആൾ പറയണേണ്, നീ പറഞ്ഞത് എന്താണ്? ഒന്നുകൂടി പറഞ്ഞേ. നീ പറഞ്ഞത് എന്താണ്? ഒന്നുകൂടി, ഒന്നുകൂടി പറയൂ. അപ്പോൾ ഒന്നുകൂടി എന്നുള്ള സാധനത്തിന് നമുക്ക് എങ്ങനെ പറയാം? വൺസ് മോർ. എങ്ങനെ പറയും? വൺസ് മോർ. അതുപോലെ തന്നെ നമ്മളുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് മറവി എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ അതിന് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബൈക്കിൻ്റെ അല്ലെങ്കിൽ കാറിൻ്റെ കീ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും വെച്ച് മറന്നു പോകും. അപ്പോൾ നമ്മൾ പറയും, ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ഓർക്കുന്നില്ല. ഈ ഞാൻ ഓർക്കുന്നില്ല എന്നുള്ളത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഐ ഡോണ്ട് റിമെമ്പർ, ഐ ഡോണ്ട് റിമെമ്പർ. അപ്പോൾ ഈ നമ്മളിത് ഓർക്കാതെ വരാൻ നേരത്ത് നമ്മളുടെ വീട്ടിലുള്ള നമ്മളുടെ വൈഫിനോടോ കുട്ടികളോടോ ചോദിക്കും, എവിടെയെങ്കിലും കീ കണ്ടായിരുന്നോ? അപ്പോൾ അവർ ദേഷ്യത്തിൽ പറയും, എന്നോട് ചോദിക്കണ്ട, എന്നോട് ചോദിക്കണ്ട. അപ്പോൾ ഈ കാര്യം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഡോണ്ട് ആസ്ക് മീ, ഡോണ്ട് ആസ്ക് മീ. അപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് നടന്ന് നിങ്ങൾ അവസാനം കണ്ടെത്തും. അപ്പോൾ നിങ്ങളെന്ത് പറയും? ഞാൻ തന്നെ ചെയ്തോളാം, അത് ഞാൻ തന്നെ ചെയ്തോളാം. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ വിൽ ഡു ഇറ്റ് മൈസെൽഫ്, ഐ വിൽ ഡു ഇറ്റ് മൈസെൽഫ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് നമ്മളുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പല സിറ്റുവേഷൻസിലും ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കുറച്ചധികം സെൻറ്റൻസുകളാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നുന്ന ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസ് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഡു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഷെയർ. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.